ഉപതെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. PR സുനിലും R റോഷിപാലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. കോൺഗ്രസ് പ്രത്യേക ചുമതലയൊക്കെ നൽകി തുടങ്ങി. ഏതായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഉടൻ തന്നെ ഒരു തീയതിയിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? വിനിത, നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരു മെയ് മാസത്തോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ അവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാത്രവുമല്ല, PV അൻവർ MLA പദവി ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ഓഫീസിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറിയിരുന്നു. അതിൻ്റെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ സജ്ജമാണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ട് ചേർക്കൽ നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം തുടങ്ങി. കൃത്യമായി നേതാക്കൾക്കൊക്കെ ചുമതല നൽകിക്കൊണ്ട് അവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടെയാണ് കോൺഗ്രസും പ്രധാനപ്പെട്ട ഒരു നേതാവിന് തന്നെ KPCC രാഷ്ട്രീയ സമിതി അംഗവും മുതിർന്ന നേതാവും കൂടിയ AP അനിൽകുമാറിന് ചുമതല നൽകിയത്. നേരത്തെ തന്നെ M സ്വരാജിന് CPM നേതൃത്വം ചുമതല നൽകിയിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് മണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. PV അൻവർ ഒപ്പമുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF നേതൃത്വം തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ആ മണ്ഡലം 2 വട്ടം അത് പിടിച്ച് നിലനിർത്താൻ സാധിച്ചു എന്നത് വലിയ ആത്മവിശ്വാസം LDF-ണ്ട്. പക്ഷേ അൻവറാണ് 2 വട്ടവും അവിടെ സ്ഥാനാർത്ഥിയായതും അവിടെ മണ്ഡലത്തിൽ വിജയം കൈവരിച്ചതും. ഈ അൻവർ ഇല്ലാതെ എങ്ങനെയാണ് LDF ജയിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് LDF വളരെ നേരത്തെ തന്നെ അവിടെ പ്രാഥമിക പ്രവർത്തനം ആരംഭിക്കുന്നതും മുതിർന്ന നേതാവിന് സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിന് തന്നെ ചുമതല നൽകിക്കൊണ്ട് അവിടം കേന്ദ്രീകരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ CPM നേതൃത്വം LDF നേതൃത്വം ആരംഭിക്കുകയും ചെയ്തു. അവിടെ ആര് സ്ഥാനാർത്ഥിയാകും എന്നതാണ് ഇനി അങ്ങോട്ടുള്ള ചർച്ചകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ കാലതാമസമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് UDF നേതൃത്വം പറഞ്ഞു, കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് തൃക്കാക്കരയിലാകട്ടെ പിന്നീട് പുതുപ്പള്ളിയും പാലക്കാടുമാകട്ടെ എങ്ങനെയാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സമാനമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഏതായാലും വലിയ വാശിയേറിയ പോരാട്ടം നടക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് UDF-നും അൻവറിനും അഭിമാന പോരാട്ടമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വിനീത, ശരി. റോഷിപാൽ, ഇപ്പോൾ PR സുനിൽ കൂടി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, നമ്മൾ ഇതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ വോട്ടർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ച പ്രഖ്യാപനമാണ് ഇനി കാത്തിരിക്കുന്നത്. റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ മുന്നണികളെല്ലാം ഒരുക്കത്തിലാണ്. ഓരോരുത്തർക്ക് ചുമതല നൽകി കഴിഞ്ഞു. തീയതി വന്ന ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുള്ള ചർച്ചകളും സജീവമായി തന്നെ നീങ്ങുകയാണ്. വിനീത, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 8 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഗുജറാത്തിൽ 2ഇടത്തും അതുപോലെ തന്നെ പശ്ചിമബംഗാളിൽ 1 മണ്ഡലത്തിലും മണിപ്പൂരിലും കേരളത്തിലും പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമൊക്കെയായിട്ടാണ് 8 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏതായാലും കേരളത്തിൽ നിലമ്പൂരിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഏതായാലും ഇതിനുള്ള നടപടികൾ ആരംഭിക്കാൻ അവിടുത്തെ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെയ് 5-ന് ഇതിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മെയ് 5-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയൊരു സാഹചര്യത്തിൽ ഏതായാലും മെയ് മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് തീയതി നീണ്ടുപോകാനുള്ള സാധ്യതയില്ല. കാരണം അവധിക്കാലമാണ് മെയ് മാസം. അതുകൊണ്ട് ഈ ഒരു അവധിക്കാലത്തിൽ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഏതായാലും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഒരു വാർത്താക്കുറിപ്പ് ഇക്കാര്യത്തിൽ ഇറക്കുമെന്നതാണ്. വാർത്താ സമ്മേളനം ഉണ്ടാകില്ല, പകരം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് ഇക്കാര്യത്തിൽ ഇറക്കും എന്നതാണ്. ഏതായാലും സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കാനും വോട്ടർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ്. നിലമ്പൂരാണ് കേരളം ഉറ്റുനോക്കുന്നത്. എങ്ങനെയായിരിക്കും നിലമ്പൂരിലെ രാഷ്ട്രീയ ഗതികൾ എന്നതുൾപ്പെടെ അറിയണം. PV അൻവർ ഫാക്ടർ
എന്തായിരിക്കും അവിടെ ചെയ്യുക എന്നതുൾപ്പെടെ വലിയ രാഷ്ട്രീയ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ആർ റോഷിപാലും PR സുനിലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.